ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സൈലം ബാങ്കിങ്. അപ്പോൾ ഒരു വളരെ വലിയ പ്രത്യേകത ഷെയർ ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ആൻഡ് ഇറ്റ് ഇസ് വെരി ഇമ്പോർട്ടന്റ്. ഒരുപാട് കുട്ടികൾ ചോദിച്ച ചോദ്യമാണ്, എന്തിനാണ് മിസ്സേ ഇപ്പോൾ റിപ്പീറ്റേഴ്സ് ബാച്ചിൽ ഞങ്ങൾ ജോയിൻ ചെയ്തു, എന്താണ് സ്പെഷ്യാലിറ്റി, എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ, എന്തെങ്കിലും നമുക്ക് എക്സ്ട്രാ കിട്ടുമോ? കിട്ടും. ഇംഗ്ലീഷിന്റെ കാര്യത്തിൽ ഒരു പ്രത്യേകതയുണ്ട്, ഒരു എക്സ്ട്രാ കാര്യം നിങ്ങൾക്ക് കിട്ടാൻ പോവുകയാണ്. അതറിയിക്കാനാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അതായത് ഇതിനു മുന്നേ ഉള്ള ബാച്ചുകളിലുള്ള എല്ലാ കുട്ടികളും, ഞങ്ങളുടെ ഇവിടെ പഠിച്ച കുട്ടികളാണെങ്കിലും പുറത്ത് വേറെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിച്ച കുട്ടികളാണെങ്കിലും സെൽഫ് സ്റ്റഡി ചെയ്തവരാണെങ്കിലും നിങ്ങൾക്ക് ഇതുവരെയും പ്രിലിംസും മെയിൻസും ഒന്നും കടക്കാൻ പറ്റുന്നില്ല എന്നതിന് 2 റീസൺ ഉണ്ട്. ഒന്ന്, നിങ്ങൾ റിവിഷൻ നിർത്തിവെച്ചു എന്നുള്ളതും, ഒന്ന് നിങ്ങൾ പ്രാക്ടീസ് പ്രോപ്പറായി ചെയ്യുന്നില്ല എന്നുള്ളതും. ഇത് രണ്ടുമാണ് റിപ്പീറ്റേഴ്സ് ബാച്ചിൽ ചെയ്യുന്നത് നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് അറിയാം. അപ്പൊ ഇംഗ്ലീഷിൽ ബേസ് മുതൽ അഡ്വാൻസ് വരെ ഉണ്ടോ, ബേസ് നിങ്ങൾക്ക് റിവിഷൻ കിട്ടുമോ എന്ന് ചോദിച്ചു. ബേസിന്റെ റിവിഷൻ ഉറപ്പായിട്ടും ഇവിടെയുണ്ട്. ബേസ് റിവിഷൻ നിങ്ങൾക്ക് എന്തായാലും കിട്ടുന്നതായിരിക്കും. അതിൽ നിങ്ങൾ ഒരു രീതിയിലും വിഷമിക്കേണ്ട. ബേസ് റിവിഷൻ ഉറപ്പായിട്ടും ആദ്യത്തെ 3-4 ദിവസങ്ങളിൽ കംപ്ലീറ്റ്ലി നമ്മൾ ഗ്രാമർ ബേസ് റിവിഷൻ ആയിരിക്കും ചെയ്യാം. പിന്നെ എന്താ മിസ്സേ പ്രത്യേകത എന്ന് പറഞ്ഞത്, നോർമലി ഇതുവരെ ഈ പഠിപ്പിച്ച ബാച്ചുകളെ കുട്ടികൾ എന്നോട് പറഞ്ഞു ഒരു വലിയ കൺസേൺ, അവരെന്നോട് എപ്പോഴും സൂചിപ്പിച്ച ഒരു കൺസേൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മിസ്സേ ഞങ്ങള് ടോപ്പിക് ഒരു 10-15 ടോപ്പിക് ഉണ്ട്, അത് പഠിച്ചു കഴിഞ്ഞിട്ട് പിന്നെ പ്രാക്ടീസ് ചെയ്യുന്നതിനിടയ്ക്ക് ഒരു ടോപ്പിക്കിൽ എന്തെങ്കിലും ഡൗട്ട് വന്നാൽ ഞങ്ങളുടെ കയ്യിൽ ക്വസ്റ്റ്യൻസ് മാത്രമേ ഉള്ളൂ, അത് തിയററ്റിക്കലി നോട്ട് ആയിട്ടില്ല. അപ്പൊ ഞങ്ങൾക്ക് അത് ഇപ്പൊ ഗ്രാമർ റൂൾസിൽ ഡൗട്ട് വന്നാൽ ഗ്രാമർ റൂൾസിന്റെ നോട്ട് ഉണ്ട് പോയി നോക്കാൻ, പക്ഷെ ഇതിൽ തിയററ്റിക്കലി നോട്ടുകൾ കിട്ടിയിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു. അത് ഞങ്ങൾക്ക് ഒരിടത്തുനിന്ന് പുറത്തുള്ള കുട്ടികളാണെങ്കിലും പറഞ്ഞൊരു കൺസേൺ ആണ്. സോ ഇത്തവണത്തെ റിപ്പീറ്റേഴ്സ് ബാച്ചിൽ ജോയിൻ ചെയ്യുന്നവർക്ക് വളരെ വലിയൊരു ഓപ്പർച്യൂണിറ്റി. യു വിൽ ഗെറ്റ് ഈച്ച് ആൻഡ് എവറി സിംഗിൾ ടോപ്പിക് ആൻഡ് ഇറ്റ്സ് തിയററ്റിക്കൽ നോട്ട്സ്. ഉറപ്പാണ്. അപ്പൊ വേർഡ് സ്വാപ്പ് എടുക്കുകയാണോ, വേർഡ് സ്വാപ്പ് ആൻഡ് വേർഡ് യൂസേജ് എല്ലാ ടോപ്പിക്കും, ഈച്ച് ആൻഡ് എവറി സിംഗിൾ ടോപ്പിക്കിനും ടോപ്പിക് ഡിസ്ക്രിപ്ഷൻ, തിയററ്റിക്കൽ നോട്ട്, ആ ടോപ്പിക്കിൽ എന്ത് ശ്രദ്ധിക്കണം, എന്ത് ശ്രദ്ധിക്കേണ്ട, എങ്ങനെ ചെയ്യണം, എങ്ങനെ ചെയ്യേണ്ട എന്നുള്ള ഒരു 2-3 പേജസിന്റെ നോട്ട് നിങ്ങൾക്ക് സ്ലൈഡിൽ കിട്ടുന്നുണ്ടാവും. PDF ആയിട്ട് കിട്ടുന്നില്ല, നിങ്ങളുടെ നോട്ടിൽ, നിങ്ങളുടെ ക്ലാസ് കഴിഞ്ഞ് നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്തിരുന്ന നോട്ടിനുള്ളിൽ നിങ്ങൾക്ക് അത് കിട്ടും. അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, റിവിഷൻ, നമ്മുടെ ഗ്രാമർ റിവിഷന്റെ നോട്ട്സിനോടൊപ്പം തന്നെ ഈ നോട്ട്സും നിങ്ങൾക്ക് റിവിഷൻ ചെയ്യാനായിട്ട് യൂസ്ഫുൾ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇനി മുതൽ ഗ്രാമർ മാത്രമല്ല ടോപ്പിക്കും തിയററ്റിക്കലി റിവിഷൻ ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ് ഈ റിപ്പീറ്റേഴ്സ് ബാച്ചിലൂടെ കുട്ടികൾക്ക് കിട്ടാൻ പോകും. ഇംഗ്ലീഷിന്റെ കാര്യത്തിൽ അപ്പോൾ നിങ്ങൾക്ക് ഇത് നന്നായിട്ട് ഉപയോഗപ്രദമാകുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. ഇതിനൊപ്പം തന്നെ പ്രിലിംസിന്റെയും മെയിൻസിന്റെയും ടോപ്പിക് വൈസ് ഉള്ള അടിപൊളി സൂപ്പർ ക്വസ്റ്റ്യൻസ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. 1-2 ഒന്നല്ല, പ്രിലിംസിന്റെ പുതിയ 10-20 സെറ്റാണ് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് റെഡിയാക്കി വെച്ചേക്കുന്നത് ഞാൻ. അപ്പോൾ ഉറപ്പായിട്ടും ഈ ഒരു ഓപ്പർച്യൂണിറ്റി ആസ് സൂൺ ആസ് പോസിബിൾ നിങ്ങൾ ഗ്രാബ് ചെയ്യുക. കാരണം ഐ വോണ്ട് യു ഗൈസ് ടു അച്ചീവ് ദിസ്. അപ്പോൾ നിങ്ങൾ ഉറപ്പായിട്ടും ഇനി ഒരു ഡൗട്ടിനോ അല്ലെങ്കിൽ ഇനി ഒരു ടൈം പോലും വേസ്റ്റ് ചെയ്യാതെ ഉടനെ തന്നെ ജോയിൻ ചെയ്യുക. ഇംഗ്ലീഷിന്റെ കാര്യത്തിൽ ഉണ്ടായിരുന്ന ഡൗട്ട് ക്ലിയർ ചെയ്യാനാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത്. സോ ടോപ്പിക് റിലേറ്റഡ് തിയററ്റിക്കൽ നോട്ട്സ് പ്ലസ് സൂപ്പർ ഡൂപ്പർ ക്വസ്റ്റ്യൻസ്, ഒന്നും നിങ്ങൾ വിഷമിക്കേണ്ട. പ്രിലിംസിന്റെയും മെയിൻസിന്റെ ക്വസ്റ്റ്യൻസ് കംപ്ലീറ്റ്ലി നിങ്ങൾക്ക് ഇതിൽ കിട്ടുന്നത്. അപ്പോൾ ബാങ്ക് റിപ്പീറ്റേഴ്സ് ബാച്ച് 2.0 എല്ലാവരും ഒട്ടും വൈകിക്കാതെ തന്നെ ജോയിൻ ചെയ്യുക. ഇംഗ്ലീഷ് ആണ് പ്രശ്നമെങ്കിൽ ഇവിടെ ആ പ്രശ്നം തീർന്നു. അപ്പോൾ ക്ലാസ്സിൽ കാണാം. ബൈ, ടേക്ക് കെയർ.